ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള PSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുമായിട്ടാണ്. കെമിസ്ട്രി, ബയോകെമിസ്ട്രി, അതേപോലെ ഫോറൻസിക് സയൻസ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള പുതിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ 23/6/2025 ചേർന്ന കേരള PSCയുടെ കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി ഓർ ഇൻ ഫോറൻസിക് സയൻസ് ഓർ ബയോകെമിസ്ട്രി എന്നായിരുന്നു. അതിൽ 50% മാർക്ക് വേണമായിരുന്നു. അതായത് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത മറ്റ് ബ്രാഞ്ചസിലോ, അതേപോലെ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, ഇവയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് MSc ഡിഗ്രി ഉള്ളവരാണെങ്കിൽ വിത്ത് 50% മാർക്കോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിന്റെ ഏജ് ലിമിറ്റ് വന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ആയിരുന്നു. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 36,600 മുതൽ 79,200 വരെ ആയിരുന്നു. അപ്പോൾ ഇത് സ്കെയിൽ ഓഫ് പേ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ പുതിയ റിവൈസ് ചെയ്തിട്ടുള്ള സ്കെയിൽ ഓഫ് പേയും അതേപോലെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിലേക്ക്. അപ്പോൾ കെമിസ്ട്രി യോഗ്യത ഉള്ളവർക്കും അതേപോലെ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയിലൊക്കെ MSc ഡിഗ്രി ഉള്ളവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കെയിൽ ഓഫ് പേയിൽ നിങ്ങൾക്ക് കേരള PSCയിൽ ഇത്രയും നല്ലൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും മിസ്സാക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനായിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/2/2022 ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് 26.67 ആയിരുന്നു. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 40.67 ആയിരുന്നു. 30 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവരുണ്ടാവും, നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിന് എങ്ങനെ തയ്യാറെടുക്കണം, ഇതിൻ്റെ സിലബസ് എന്തായിരിക്കും, ഇതിനൊരു സ്റ്റഡി പ്ലാൻ എങ്ങനെ തുടങ്ങാം എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്രീ വെബിനാറിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ സിലബസ് എന്താണ്, അതേപോലെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇതിനായിട്ടുള്ളൊരു സ്റ്റഡി സ്ട്രാറ്റജി അടക്കമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വെബിനാർ ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഡേറ്റ് നിങ്ങളിലേക്ക് ഉടൻ എത്തുന്നതായിരിക്കും. ലാസ്റ്റ് 6 ഇയേഴ്സ് ആയിട്ട് നിരവധി കേരള PSC ടെക്നിക്കൽ എക്സാമുകളുടെ കോച്ചിങ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഒട്ടുമിക്ക എക്സാമുകളിലും നമ്മുടെ സ്റ്റുഡൻസിന് ആദ്യ റാങ്കുകൾ തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അതൊക്കെ നമ്മുടെ മെന്റേഴ്സിന്റെയും ഫാക്കൽറ്റിയുടെയും അതേപോലെ നമ്മുടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെയും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റുഡൻസിന്റെ നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്കും ഇവരെ പോലെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സയന്റിഫിക് ഓഫീസറിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക. കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവറേജ് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് മിസ്സാവുകയാണെങ്കിൽ അതിന്റെ റെക്കോർഡ് സെക്ഷൻസും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ഈ എക്സാമിന്റെ നേരത്തെ കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ കണ്ടന്റും നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നിടം വരെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ വെബിനാറിൽ പങ്കെടുക്കാനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.